ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പോൾ നമ്മുടെ HSST-യുടെ എക്സാമുകളെല്ലാം തന്നെ മെയ് മാസവും ജൂൺ മാസം ആദ്യം കൊണ്ടുമൊക്കെ തന്നെ അത് അവസാനിച്ചിരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പം ഈ ഷോർട്ട് ലിസ്റ്റുകൾ ചുരുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം എന്തുകൊണ്ട് ചുരുങ്ങി, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു ടാബുലേഷൻ ഉണ്ട്. ഈ ടാബുലേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് PSCയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള കണക്ക് മാത്രമാണ്. ഒന്ന് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നിന്നുള്ള കണക്ക്. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്താണ്? അവിടെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിലാണ്. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നിന്ന് നമ്മൾ അഡ്വൈസിലേക്ക് പോകുമ്പോൾ ലിസ്റ്റ് ഓഫ് അഡ്വൈസിലേക്ക് പോകുമ്പോഴാണ് എത്ര എണ്ണം അവിടെ നിന്ന് അഡ്വൈസ് അയച്ചു എന്ന് കാണിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ഓഫ് മൈനസ് അഡ്വൈസ് ലിസ്റ്റ് ആണ് ഈ ചാർട്ടിലെ കണ്ടന്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. ബോട്ടണിയാണ്. ബോട്ടണിയുടെ കഴിഞ്ഞ ലിസ്റ്റ്, അതായത് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 98 പേരാണുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ അഡ്വൈസ് ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് 74 അഡ്വൈസ് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 49 പേരെ വരെ എടുത്തു എന്നാണ് PSCയുടെ വെബ്സൈറ്റ് പ്രകാരം കാണിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പെൻഡിങ് ആയിട്ടൊന്നും ഇല്ല. പക്ഷേ നമുക്കൊരു 25 എണ്ണം കൂടെ അഡ്വൈസ് അയക്കാനുണ്ട്. ദാറ്റ് മീൻസ് അവർ ആ വേക്കൻസികൾ എന്ത് ചെയ്തു? വേക്കൻസികൾ അഡ്വൈസ് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു, അയച്ചിട്ടില്ല. അതുകൊണ്ടാണ് നില്ല് കാണുന്നത്. ഇനി ഈ അധ്യയന വർഷം മാത്രം ബോട്ടണിക്കായിട്ട് റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ എണ്ണമാണ് 25. ബോട്ടണിയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു നമ്പർ ഓപ്പൺ കാറ്റഗറിയിൽ 49 പേരാണ് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തവണ റാങ്ക് ലിസ്റ്റ് ഇടുമ്പം മെയിൻ ലിസ്റ്റിൽ 49 പേരെക്കാട്ടിലും കൂടുതലുള്ള റാങ്ക് ലിസ്റ്റ് തന്നെ ആയിരിക്കണം ഇടേണ്ടത് എന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ്, സാധാരണ PSC 49ന്റെ വരാൻ പോകുന്ന വേക്കൻസിയുടെ 5 ഇരട്ടി ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അത് പിന്നീട് 3 ഇരട്ടിയായി. ഇപ്പം എത്രയാണ് എന്ന് PSCക്ക് പോലും അതിനകത്ത് നിശ്ചയമില്ലാത്ത ഒരവസ്ഥയാണ്. PSC അതിന്റെ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്ത് പറയുന്നില്ല. അതിന് ഉദാഹരണമാണ് HSST ഫിസിക്സ്. HSST ഫിസിക്സിൽ ആകെ മെയിൻ ലിസ്റ്റിൽ ആകെ ഇട്ടത് എത്രയാണ്? 28 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇത്തവണ ഇട്ടത്. കഴിഞ്ഞ തവണ അത് 101 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. നിലവിൽ 26 അഡ്വൈസ് ആണ് പോയത്. ഓപ്പൺ കാറ്റഗറിയിൽ എത്രയാണ്? 8 അഡ്വൈസ് ആണ് പോയത്. ഇനി 20 എണ്ണം കൂടി ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ടായ വേക്കൻസി എന്ന് പറഞ്ഞാൽ 25 ആണ്. ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ടായ വേക്കൻസി 25 ആയിട്ടും ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ടായ വേക്കൻസിയുടെ അടുത്തുള്ള നമ്പർ തന്നെയാണ് HSST ഫിസിക്സിൽ വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ. ഇപ്പം പുതിയ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുമ്പം എന്താണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാകുന്നില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് 77 ആണ്. 60 പേരുടെ മെയിൻ ലിസ്റ്റിൽ 58ഓളം ഓപ്പൺ കാറ്റഗറിയിൽ പോയി. ഇനി കേവലം 2 പേരാണ് ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകാനുള്ളത്. ഏകദേശം 45, ഈ അധ്യയന വർഷം മാത്രം 45 വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം 39ഓളം വേക്കൻസികൾ എന്ത് ചെയ്യാനുണ്ട്? അഡ്വൈസ് അയക്കാനുണ്ട്. കേവലം 4 പേര്, 2 ഓപ്പൺ കാറ്റഗറിയും 2 റിസർവേഷൻ കാറ്റഗറിയും കൂടെ ഫില്ലായി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് അവിടെ തീർന്നു. 100% നിയമനം നടന്ന റാങ്ക് ലിസ്റ്റ് ആയിട്ട് HSST ജൂനിയർ കെമിസ്ട്രി മാറാൻ പോവുകയാണ്. അതേപോലെ ആയിരുന്നു NVT കെമിസ്ട്രി. 100% നിയമനം നടന്ന റാങ്ക് ലിസ്റ്റ് ആണ്. HSA മലയാളം കോട്ടയം ജില്ല 100% നിയമനം നടന്ന റാങ്ക് ലിസ്റ്റ് ആണ്. അതേപോലെ ഇതും മാറാൻ വേണ്ടി പോവുകയാണ്. ഇക്കണോമിക്സ് നോക്കിക്കേ. ഇക്കണോമിക്സിൽ ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ടായ വേക്കൻസി എന്ന് പറഞ്ഞാൽ 28 ആണ്. കറണ്ട് AY എന്ന് പറഞ്ഞാൽ ഈ അധ്യയന വർഷം റിപ്പോർട്ടായ വേക്കൻസിയാണ് 28 ആണ്. ഇപ്പം ഓപ്പൺ കാറ്റഗറിയിൽ 29 പേരാണ് ഇതുവരെ പോയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റ് ഏറ്റവും വലിയ റാങ്ക് ലിസ്റ്റുകളിലൊന്ന് ഇക്കണോമിക്സിന്റെ ആണ്, വന്നിട്ടില്ല നിലവിലത്. ഇംഗ്ലീഷ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏറ്റവും കുറച്ച് നിയമനം നടന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ പോലും ജൂനിയർ പോയിട്ടില്ല എന്നാണ് PSCയുടെ വെബ്സൈറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഈ അധ്യയന വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? 47ഓളം, സീനിയർ അല്ല ജൂനിയർ ആണ് പറയുന്നത്,
ജൂനിയറിൽ 47ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടുണ്ടെന്നാണ് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ കാറ്റഗറി നമ്പർ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മാത്തമാറ്റിക്സിന്റെ കേസിലേക്ക് 100 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ അഡ്വൈസ് 95 നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. 63 ഓപ്പൺ കാറ്റഗറിയിൽ പോയി. 63 ഓപ്പൺ കാറ്റഗറിയിൽ പോയി. മെയിൻ ലിസ്റ്റിൽ 155 പേരുണ്ട്. ഇനി ഇപ്പൊ നിലവിൽ വന്ന ഈ അധ്യയന വർഷം മാത്രം നിലവിൽ വന്നത് 55 വേക്കൻസിയാണ്. ഈ അധ്യയന വർഷം മാത്രം വന്നത് 55 വേക്കൻസിയാണ്. ഇനി ഫിസിക്സിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. സുവോളജി നോക്കുക, ടോട്ടൽ അഡ്വൈസ് 84 ആസ് പെർ PSC വെബ്സൈറ്റ് ആണ്. OC 61 മെയിൻ ലിസ്റ്റിൽ, നിലവിലുള്ള മെയിൻ ലിസ്റ്റിൽ 84 പേരുണ്ട്. വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ 69 പേരുണ്ട്. ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തത് 23 വേക്കൻസിയാണ്. ഈ അധ്യയന വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തത് 23 വേക്കൻസിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്താണ് വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്താണ് ഈ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നങ്ങളെ PSC മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണ് ഇട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 100% നിയമനം നടന്നു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ മാക്സിമം നിയമനം നടന്നു എന്ന് കാണിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി PSC ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഫാക്ട് ആൻഡ് ഫിഗർ എന്ന് പറയുന്നത്. പക്ഷെ ഫിസിക്സുകാരോട് കാണിച്ചത് നീതികേടാണ് എന്ന് തന്നെയാണ് പറയുന്നത്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തോടുള്ള പൂർവാധികം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഫിസിക്സിന്റെ റാങ്ക് ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ട്, വരാൻ പോകുന്ന വേക്കൻസികൾ പരിഗണിച്ചുകൊണ്ട് ഇത് കുറച്ചും കൂടെ വലുതാക്കാമായിരുന്നു എന്ന് തന്നെയാണ് PSCയോട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പൊ ഫിസിക്സുകാർക്ക് ഇനി വരുന്ന അവസരം, ഫിസിക്സുകാർക്ക് മാത്രമല്ല, ഇനി ഇവിടെ വരുന്ന എല്ലാവർക്കുമുള്ള അടുത്ത അവസരം എന്ന് പറയുന്നത് NVT ആണ്. NVT ഫിസിക്സ് ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, HSST ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, 265 സ്കൂളുകളെ ഉള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള നിയമനമേ അവിടെ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ വരുമ്പോൾ എന്താണ്, ഇത്രയും പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്യുകയാണ്. നാരോ ഡൗൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏകദേശം 4000ഓളം ആപ്ലിക്കൻസ്, അതിൻ്റെ അകത്ത് 3800ഓളം പേര് എഴുതി. അതിൻ്റെ അകത്ത് 128 പേരുടെ മെയിൻ ലിസ്റ്റ്, അതായത് നമ്മുടെ ആകെ പരീക്ഷ എഴുതിയ ആൾക്കാരുടെ 1% പോലും ആൾക്കാരെ പോലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇതാണ് സ്റ്റാറ്റസ്. അപ്പം നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എല്ലാം വന്നു തുടങ്ങി. അപ്പം ആ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളവരോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് തന്നെ അറ്റൻഡ് ചെയ്യണം. ആ ഇന്റർവ്യൂവിനായിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ അതിനകത്ത് സബ്ജക്റ്റ്, പാനലിൻ്റെ അകത്ത് സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് മേഖലയിൽ നിന്നുള്ള ഒരാളുണ്ടാകും. അതുപോലെ തന്നെ PSCയുടെ ഒരു മെമ്പർ ഉണ്ടാകും. ഇതാണ് നമ്മുടെ നോർമൽ ഇന്റർവ്യൂവിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എക്സ്പേർട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, അധ്യാപന മേഖലയിൽ നിന്നുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പെഡഗോജിക്കൽ ആസ്പെക്ട് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പെഡഗോജിക്കൽ ആസ്പെക്റ്റും വേണം, ടീച്ചിങ് ആസ്പെക്ട്, കണ്ടന്റ് ആസ്പെക്റ്റും നമുക്ക് പ്രിപ്പയർ ആകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നേരത്തെക്കാട്ടിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഒരു പേഴ്സണൽ ടെസ്റ്റ് ആയിട്ട് PSC അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിധ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് അതിനൊരു സുവർണാവസരമാണ്. അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന 8589083568 എന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.